ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാണെങ്കിലും അതിനോടൊപ്പം വ്യാജ വാർത്തകളുടെ അതിപ്രസരവും വർദ്ധിച്ചു വരികയാണ്. യുഎഇയിൽ സോഷ്യൽ മീഡിയ വഴി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന മുന്നറിയിപ്പുമായി പബ്ലിക് പ്രോസിക്യൂഷൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. വിവരങ്ങൾ വളച്ചൊടിക്കുന്നതും കൃത്രിമമായി ശബ്ദമോ ദൃശ്യങ്ങളോ ചേർത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും അതീവ ഗുരുതരകരമായ കുറ്റകൃത്യമായിട്ടാണ് ഭരണകൂടം കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് റംസാൻ പോലുള്ള പുണ്യമാസങ്ങളിൽ സമൂഹത്തിൽ സമാധാനം നിലനിർത്തുന്നതിന് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ തടയേണ്ടത് അത്യാവശ്യമാണെന്ന് ഭരണകൂടം ഉറച്ചു വിശ്വസിക്കുന്നു. വ്യക്തികൾ പങ്കുവെക്കുന്ന ഓരോ പോസ്റ്റും വലിയ ഉത്തരവാദിത്തമാണെന്നും നിയമലംഘനം നടത്തുന്നവർ കടുത്ത ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്നും അധികൃതർ പറഞ്ഞു വെക്കുകയാണ്. ഔദ്യോഗിക സോഴ്സുകളിൽ നിന്ന് ലഭ്യമാകുന്ന വാർത്തകളെയും വിവരങ്ങളെയും മാത്രം വിശ്വസിക്കാനും പറയുന്നുണ്ട്. ഉത്തരവാദിത്തമുള്ള ഡിജിറ്റൽ പൗരനാകാനും അധികൃതർ ആഹ്വാനം ചെയ്യുന്നു. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയും മറ്റുമൊക്കെ തെറ്റായ വിവരങ്ങളും വ്യാജ വാർത്തകളും വളരെ വ്യാപകമായി യുഎഇയിൽ പ്രചരിക്കുകയാണ്. യുഎഇ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഔദ്യോഗിക വൃത്തങ്ങളിൽ മാത്രം ആശ്രയിക്കാനാണ് ഭരണകൂടം പറയുന്നത്. ഏതെങ്കിലും രീതിയിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ വിവരങ്ങൾ വളച്ചൊടിക്കുകയോ കൃത്രിമത്വം കാണിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വലിയ കുറ്റകരമായിട്ടാണ് പറയുന്നത്. വിവരങ്ങൾ പങ്കുവെക്കുക എന്നത് ഒരു ഉത്തരവാദിത്തമാണ്. എന്നാൽ വ്യാജ പ്രചരണം ഒരു കുറ്റകൃത്യമായിട്ടാണ് ഭരണകൂടം കണക്കാക്കുന്നത്. ഔദ്യോഗിക പ്രസ്താവനകൾക്ക് വിരുദ്ധമായോ സ്ഥിരീകരിക്കാത്തതായോ ആയിട്ടുള്ള വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് സമൂഹത്തിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഈ റംസാൻ മാസം ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് സമാധാനം കാത്തു സൂക്ഷിക്കുന്നതിന് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ തടയേണ്ടത് ആവശ്യമാണെന്ന് ഭരണകൂടം സൂചിപ്പിക്കുകയാണ്. ജാഗ്രത പുലർത്തേണ്ട കാര്യങ്ങൾക്ക് ഔദ്യോഗിക ഉറവിടങ്ങൾ മാത്രം ആശ്രയിക്കുക. അതായത് വാർത്തകൾക്കായി ഔദ്യോഗിക മാധ്യമങ്ങളെയും അധികൃതരെയും മാത്രം ആശ്രയിക്കുക. ഒരു കാരണവശാലും കൃത്രിമത്വം കാണിക്കരുത്. വാർത്തകളിലോ വീഡിയോകളിലോ ശബ്ദ എഫക്റ്റുകൾ ചേർത്തോ അല്ലെങ്കിൽ ദൃശ്യങ്ങളിൽ മാറ്റം വരുത്തിയോ ഒക്കെ പ്രചരിപ്പിക്കുന്നത് വലിയ കുറ്റമാണ്. അടുത്തത് വ്യാജ സന്ദേശത്തെ കുറിച്ചാണ്. വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളെ യുഎഇയിൽ നടന്നതായി തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന പ്രവണത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരം സന്ദേശങ്ങൾക്കെതിരെ അധികൃതർ കർശന നടപടി സ്വീകരിക്കും. സാമൂഹിക മാധ്യമങ്ങളുടെ ഉപയോഗത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയം കൂടിയാണിത്. ഒരു ഷെയർ ബട്ടണിലൂടെ നിങ്ങൾ കൈമാറുന്ന സന്ദേശം സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഒരുപക്ഷെ ഉണ്ടാക്കിയേക്കാം. വ്യാജ വാർത്തകൾ വ്യക്തികളുടെയും രാജ്യത്തിന്റെയും സുരക്ഷയെ ബാധിക്കുമെന്ന തിരിച്ചറിവ് ഓരോ പ്രവാസിക്കും സ്വദേശിക്കും ആവശ്യമാണ്. വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ യുഎഇയിലാണെന്ന രീതിയിൽ ചിത്രീകരിക്കുന്നത് പോലുള്ള പ്രവണതകൾ സൈബർ നിയമങ്ങളുടെ പരിധിയിൽ വരും. നിയമത്തിന്റെ കണിശതയും ശിക്ഷാ നടപടികളെ കുറിച്ചുള്ള അറിവിലും ഒക്കെ ബോധവാന്മാരായിരിക്കുക. ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്നുള്ള വാർത്തകളെ മാത്രം ആശ്രയിക്കുകയും കൈമാറുകയും ഒക്കെ ചെയ്യുക. അതിലൂടെ നമുക്കൊരു സുരക്ഷിത ഡിജിറ്റൽ സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ പറ്റും. നിയമങ്ങൾ പാലിച്ച് ഉത്തരവാദിത്തത്തോടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. സുരക്ഷിതമായ യാത്രയ്ക്കും ജീവിതത്തിനും നിയമത്തോടുള്ള ആദരവ് അനിവാര്യമാണ്. നമുക്കറിയാം, ഈ പശ്ചിമേഷ്യൻ സംഘർഷം ഉണ്ടായ സമയം മുതൽ യുഎഇയെ കുറിച്ച് തെറ്റായിട്ടുള്ള വാർത്തകളും വ്യാജ വാർത്തകളും ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാജ വാർത്ത യുഎഇ ഇറാനെ തിരിച്ചാക്രമിച്ചു എന്നുള്ളതായിരുന്നു. ഇതിനെതിരെ യുഎഇ ഭരണകൂടം ശക്തമായിട്ടാണ് പ്രതികരിച്ചത്. അത്തരത്തിലൊരു ആക്രമണം ഇറാനെതിരെ തങ്ങൾ നടത്തിയിട്ടില്ലെന്നും ഏതെങ്കിലും രീതിയിൽ ഇറാനെ ആക്രമിക്കേണ്ടി വന്നാൽ അത് ധൈര്യപൂർവ്വം യുഎഇ പറയുമെന്നുമാണ് യുഎഇ സൂചിപ്പിച്ചത്. ഇറാനിലെ ജനതയുടെ സുരക്ഷിതത്വവും സമാധാനത്തെയും ഒക്കെ കരുതിയായിരുന്നു ഇറാനെ യുഎഇ ആക്രമിക്കാതിരുന്നത്. അത് യുഎഇ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എങ്കിലും ഒരുപാട് വ്യാജ വാർത്തകൾ യുഎഇക്ക് ചുറ്റും പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. മറ്റു രാജ്യങ്ങളിൽ നടന്ന ആക്രമണങ്ങളൊക്കെ യുഎഇയിൽ നടന്നതാണെന്നുള്ള രീതിയിലുള്ള പ്രചാരണമായിരുന്നു അധികവും. ചെറിയ അപകടങ്ങളെ പോലും കൃത്രിമമായി നിർമ്മിക്കുകയും മറ്റ് ശബ്ദ എഫക്ട്സുകളൊക്കെ ചേർത്ത് ആരെയും പേടിപ്പിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതുമായിട്ടുള്ള രീതിയിലായിരുന്നു അത്തരം വീഡിയോകളൊക്കെ നിർമ്മിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതിനെതിരെ നേരത്തെയും യുഎഇ ശക്തമായി രംഗത്ത് വന്നിരുന്നു. അത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നത് കുറ്റകൃത്യമായിട്ട് കണക്കാക്കുമെന്നും ഇതിനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും ഭരണകൂടം അറിയിച്ചിരുന്നു. ഇപ്പോ മറ്റൊരു മുന്നറിയിപ്പുമായിട്ടാണ് ഭരണകൂടം എത്തിയിരിക്കുന്നത്. ഏതെങ്കിലും വ്യാജ വാർത്തകളോ കൃത്രിമമായി നിർമ്മിച്ച വീഡിയോകളോ ഒക്കെ പങ്കുവെക്കുന്നത് യുഎഇയുടെ ശ്രദ്ധയിൽപ്പെട്ട അവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പാണ് യുഎഇ ഇപ്പോൾ നൽകുന്നത്.